start the event now? All ready? Okay, so good evening everyone. As you all know, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇവന്റിലാണ് ഇരിക്കുന്നത്. ഒരു മൂവിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ആണ്. ആൻഡ് ബിഫോർ ഓൾ ഓഫ് ദാറ്റ്, നമ്മൾ അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഇന്നത്തെ ഇവന്റ് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. Are you all ready? Let's welcome him. ഒരു വലിയ കൈയടിയോട് കൂടി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. It is none other than നമ്മുടെ Honorable Union Minister of Social Justice and Empowerment, Ramdas Attamale sir. So welcome to the event. കൈയടിക്കൂ, കൈയടിയല്ലേ? I think സൈഡിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ it would be nice. Not the photographers. നിങ്ങളെ ഞാൻ മെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഓണർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇവന്റ് തുടങ്ങുകയാണ്. അപ്പോ ഐ വുഡ് ലൈക്ക് our സ്വന്തം ഡയറക്ടർ സുനിൽ സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഓണർ ചെയ്യാം. ആൻഡ് ഐ വുഡ് ലൈക്ക് രാംദാസ് സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. കയ്യടികളില്ല കേട്ടോ, നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം Union Minister of Social Justice and Empowerment, Ramdas Attamale sir on stage. അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കാൻ ഡയറക്ടർ, ദ മൂവിയുടെ ഡയറക്ടറാണ്, ഡയറക്ടർ സുനിൽ സർ ആണ് പൊന്നാടി അണിയിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കാൻ ലെറ്റ് മീ വെൽക്കം ദ നെക്സ്റ്റ് പേഴ്സൺ, തൃശൂർ രാഗം തിയേറ്ററിൽ നിന്നും സുനിൽ സർ. Please come on to the stage. And we have Director Kannan Thamarakulam sir. Please come on to the stage, sir. Dinisha. No. Next, I would request actor, producer Badshah sir. Please come on to the stage, sir. Rajeshri Films in a representative, Ramesh Kumar sir. Please do the honors. Producer Anil Matthew sir to do the honors. Distributor Baburaj sir. Now we have Major Ravi sir. Please do the honors, sir. And now to do the honors, നമ്മുടെ ഡയറക്ടറുടെ സ്വന്തം mentor plus actor Adam Ayub sir. Please come on to the stage, sir. Next we have from JKR Films, Jayant Kumar sir. Director Surgeon sir.
Now we have Neena Kuruppa ma'am. Ma'am, please come on to the stage. Next we have Ansar Kalabavan sir. And finally, Rishma Vinod to do the honors. Please, ma'am. Now I welcome Ms. Chandini onto the stage. Finally, നമ്മുടെ നായകൻ അരുൺകുമാർ, please come on to the stage. So I think with all his blessings, let's start the event officially. So thank you so much for being here. That is our Honorable Union Minister of Social Justice and Empowerment, Ramdas Athamale sir, on the stage. നമ്മുടെ ഇവന്റ് തുടങ്ങാൻ I would like to borrow Amitabh Bachchan sir പറഞ്ഞൊരു quoting. I believe that cinema picks up the ideas from the society, not the other way around. പറയാൻ കാരണമുണ്ട്, കാരണം നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു സിനിമയും പോലെ ഈ സിനിമയും ചുറ്റുമുള്ള ഇവന്റുകളിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു പെൺകുട്ടിയുടെ വിരൽത്തുമ്പിൽ അവളുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വേണം പറയാൻ. ആളുടെ ഈ സിനിമയുടെ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ചിലേക്ക് എല്ലാവരെയും ഞാൻ അൺഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. അങ്ങനെ അൺഒഫീഷ്യലി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്, കാരണം ഒഫീഷ്യലി വെൽക്കം ചെയ്യാൻ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട്, ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ട് വി ഹാവ് ദി ഡയറക്ടർ. മകള് വന്ന് സ്വപ്നം പറയുമ്പോൾ, ആളുടെ ഒരു ത്രെഡ് പറയുമ്പോൾ യു കെൻ ഡു ദിസ് എന്ന് പറഞ്ഞ് പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയി നിൽക്കാൻ അതൊരു അച്ഛന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നിന്നൊരു അച്ഛനാണ് the director himself എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് I don't think we need an intro for him, and but still I'd like to welcome him onto the stage to give them a welcome speech. Director Sunil, നമ്മൾ എന്താ പറയാ, പ്രിയപ്പെട്ട കൊക്കു മുതല് മാറ്റി കൊട്ടാരം മുതല് വൃദ്ധന്മാരെ സൂക്ഷിക്കുക മുതല് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഡയറക്ടറാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ആൻഡ് അതിൽ ഏറ്റവും സന്തോഷം തന്റെ മകളുടെ ചിത്രമാണ് അദ്ദേഹം ഡയറക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ മകളെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ എന്താ പറയാ, മോട്ടിവേറ്റ് ചെയ്ത് ആ സ്റ്റോറി എഴുതിപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എഴുതിപ്പിച്ച ഒരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ കേക്ക്. നമ്മൾ ഏറ്റവും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഭംഗിയുള്ള മൊമെന്റ്സിനെ കൂടുതൽ ഭംഗിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്വീറ്റ് എന്ന് പറയുന്നത്, അല്ലെ? മധുരമേറിയ സാധനങ്ങൾ കൊണ്ടിട്ടാണല്ലോ നമ്മൾ സന്തോഷങ്ങൾ ആഘോഷിക്കുക. അപ്പോ ഒരു മകളുടെയും അവളുടെ അച്ഛന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോ എന്താ പറയാ, കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാവാൻ സാധിക്കുന്നു. നിങ്ങളോടൊപ്പം എനിക്കും അതിന് പങ്കാളിയാവാൻ സാധിക്കുന്നു എന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. സോ ഐ വിൽ ബി ദ ഹോസ്റ്റ് ഫോർ ദി ഇവന്റ് ടുഡേ. My name is Manju and I welcome you all to this beautiful event, audio and trailer launch of Cake Story. Appo I'll welcome the director, alle. Officially we need a welcome speech. Ivide munil irikkunna oro athithikkalkum welcome speech parayanai let me welcome the most beloved Achan, the director of the movie, Sunil sir, onto the stage. So please. നമസ്കാരം. സ്വാഗതം നല്ലൊരു വാക്കാണ്.
ആദ്യമായി ഈ ഭൂമിയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് നമ്മളെ ജീവിതത്തിലേക്ക്. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മളിപ്പോൾ ഇതാ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പൊ മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇപ്പൊ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കുണ്ട് ഡയബറ്റിക്, എന്നാലും എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ മധുരമാണ് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ്, പ്രണയത്തിന്റെ മധുരമാണ്, സൗഹൃദത്തിന്റെ മധുരമാണ്, നിറങ്ങളുടെ മധുരമാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ മധുരവും കേക്കിന്റെ മധുരവും, കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. കേക്കിന്റെ മധുരവും സിനിമയുടെ മധുരവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാണ് ഇവിടെ. അപ്പൊ രണ്ട് മധുരങ്ങളും ചേർന്നാണ് ഞങ്ങൾ കേക്ക് സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനൊരു പിന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ വേദ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛാ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും എന്ന് പറഞ്ഞോളം തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി. എല്ലാ വീടുകളിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായിക്കൂടാ? ഞാൻ അവളോട് പറഞ്ഞു ഈ ഒരു സബ്ജക്റ്റ് പറയുന്നു. അവള് പറഞ്ഞ സബ്ജക്റ്റ് എനിക്കത് മനോഹരമായിരുന്നു. അങ്ങനെ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ബാദുഷിയോട് പറഞ്ഞു, ബാദുഷി പറഞ്ഞു ചേട്ടാ നല്ല സബ്ജക്റ്റാണ്, നമുക്ക് പടം നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. 1.5-2 വർഷം കുറച്ച് സമയമെടുത്തു. നന്നായി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇപ്പൊ സിനിമ പൂർത്തിയായിരിക്കുകയാണ്. ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിന് തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഗങ്ങളായിട്ട് ഏപ്രിൽ 19-ന് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോ ഈ ഒരു മധുരം ആസ്വദിക്കാൻ നിങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ കേക്ക് സ്റ്റോറിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ 3 പ്രശസ്തരായുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഗുരുതുല്യനായി കാണുന്ന ജെറി അമൽദേവ് സാർ. അദ്ദേഹം ഒരു 35 വർഷം മുമ്പ് ഞാൻ ശശിമോഹൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ആ ബന്ധം ഇന്നും ഞങ്ങൾ തമ്മിൽ തുടരുന്നു. എനിക്കൊരു അച്ഛനോടുള്ള ബന്ധമാണ് ജെറി സാറിനോടുള്ള. എനിക്ക് സാറിനെ കാണുമ്പോൾ ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരാറുള്ളത്. സാറിന്റെ മ്യൂസിക്കാണ്. സാറിന്റെ മ്യൂസിക്കിന് കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്ന സുജേതയും അദ്ദേഹത്തിന് അനൂപ് കൃഷ്ണ അവർ രണ്ടുപേരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അടുത്ത മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് സാറാണ്. SP വെങ്കടേഷ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട കുപ്പ് തൊട്ടുള്ള പടങ്ങൾ, ഒരുപാട് പടം കണ്ട മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മറ്റൊന്ന് റോണി റാഫേൽ. റോണി ഇവിടെ ഉണ്ട്. റോണി തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. റോണിയുടെ ഒപ്പം വിവേക് മുഴക്കുന്നാണ് എഴുതിയിരിക്കുന്നത്. ഹരിശങ്കറാണ് പാടിയിരിക്കുന്നത്. SP സാറിന്റെ പാട്ട് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും യാസിനുമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ 5 പാട്ടുകളാണ് കേക്ക് സ്റ്റോറിയിലുള്ളത്. കേക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. കേക്ക് സ്റ്റോറി വരികയാണ്, നിങ്ങൾ കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ സ്വാഗതമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി എനിക്ക് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ രാംദാസ് അത്തേവാലജിയോട്. കാരണം ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആ തിരക്കിനിടയിൽ ഇവിടെ എറണാകുളത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാത്രം എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ മോസ്റ്റ് വെൽക്കം സാർ. ഇതെനിക്ക് സാധ്യമാക്കി തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 25 വർഷമായി എൻ്റെ സൗഹൃദത്തിലുള്ള രാജീവ് മനോഹൻ, RPI പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറിയാണ്. രാജീവിന് സ്വാഗതം.
പാർട്ടിയുടെ തന്നെ വൈസ് ചെയർമാനായ നുസ്രത് ജഹാന് സ്വാഗതം. ഈ പടത്തിലെ നായകവേഷം ചെയ്ത ബാബു ആന്റണിക്ക് സ്വാഗതം. എൻ്റെ മകളുടെ കഥാപാത്രം, മകളാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അവളുടെ കഥാപാത്രത്തിന്റെ നായകനായിട്ട് അഭിനയിച്ച അരുൺ കുമാറിന് സ്വാഗതം. നീന, വേദയുടെ അമ്മയായിട്ട് അഭിനയിച്ച നീന കുറിപ്പിന് സ്വാഗതം. എൻ്റെ ബിസിനസ് പാർട്ണറായ ജയന്ത് കുമാറിന് സ്വാഗതം. എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ആദം അയ്യൂബ് സാറിന് സ്വാഗതം. എൻ്റെ ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നോടൊപ്പം ഇതിലെല്ലാത്തിനും സഹായിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ രാജശ്രീ ഫിലിംസിന്റെ രമേഷ് കുമാറിന് സ്വാഗതം. പിന്നെ എന്നോടൊപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്തിപ്പോൾ എനിക്ക് വളരെ അടുപ്പം തോന്നിയൊരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസം തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങളെ നായകനാക്കി പോലും ഞാൻ ഒരു ചിത്രം ചെയ്തേക്കാം. അത് മറ്റാരല്ല, മേജർ സാർ. സ്വാഗതം. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത കഥാപാത്രം അദ്ദേഹം ഇന്നുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരുന്നു. വളരെ ഈസി ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹത്തിന് സ്വാഗതം. എൻ്റെ കൂട്ടുകാരൻ ഡയറക്ടർ സർജുവിന് സ്വാഗതം. മമ്മലിക്ക സ്വാഗതം. സാലി സ്വാഗതം. അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിരിക്കും. കണ്ണൻ താമരക്കുളം, അദ്ദേഹം പോലെ വിട്ടുവച്ചിട്ടുള്ള ക്ഷമിക്കണം. കണ്ണൻ താമരക്കുളം ഇത് തുടങ്ങി എല്ലാവർക്കും സ്വാഗതം. ഈ സമയത്തിനെ കുറിച്ച് കുറവുണ്ട്, അതുകൊണ്ട് മനുഷ്യർക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രം കേസ് സ്റ്റോറി എൻ്റെ മകളുടെ ആദ്യത്തെ ചിത്രമാണ്. അവൾ അഭിനയിക്കുന്നതും അവള് തിരക്കഥ എഴുതുന്നുള്ള ആ ചിത്രമാണ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തിയേറ്ററിൽ എല്ലാവരും നിങ്ങൾ പോയി കാണണം. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മീഡിയ ആൾക്കാർക്കും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മഞ്ജു അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ മറന്നു, പേര് മറന്നു, പോട്ടെ, കുഴപ്പമില്ല. സോ എന്റെ പേര് മഞ്ജു. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇനി ആരും മറക്കരുത്. ചിത്രവേദ ആൻഡ് JKR ഫിലിംസ് പ്രസൻസ് കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഇവന്റിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ സ്വപ്നമാണ്. ശരിക്കും വേദയോട് സംസാരിക്കുമ്പോൾ വേദ പറഞ്ഞത്, വേദയോടാണ് ഞാൻ ആദ്യം സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്, ഈവെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ വേദ പറഞ്ഞത്, ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, കഥയിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്, പക്ഷെ എന്നെ പിടിച്ച് ഇവരെല്ലാരും കൂടെ ആക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിലെന്താ സംഭവിക്കാതെ എനിക്കറിയില്ല എന്ന്. കാരണം ആൾക്ക് ഒരു ഭയങ്കര ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കേട്ട കഥകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ സ്റ്റോറിയിൽ ഉള്ള ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ്. കാരണം വേദ തന്നെ പറഞ്ഞതാണ്, വേദ ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്റ്റോറി ഫിനിഷ് ആയി കഴിഞ്ഞ് സ്റ്റോറി ആദ്യം കേൾപ്പിക്കുന്നത് മലയാളത്തിന്റെ വൺ ആൻഡ് ഓൺലി ശ്രീനിവാസൻ സാറിനെയാണ്. ശ്രീനിവാസൻ സാർ ആക്ച്വലി ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയാണ്, പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് വയ്യാണ്ടായത്. അന്ന് ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞ് ഇത് എഴുതിയ ആളെ കാണണമെന്ന് സുനിൽ സാറിനോട് ശ്രീനിവാസൻ സാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അത് വായിച്ച് ശ്രീനിവാസൻ സാറിനെ പോലെ കഥ എഴുതുന്ന മൾട്ടി ടാസ്കറായ മൾട്ടി ടാലന്റഡ് ആയ ഒരു ആക്ടർ അത് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിയുടെ ഒരു കൺവിൻസിങ് പവർ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. വേദ ചെന്നു കണ്ടു, വേദയെ കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് ആക്ച്വലി കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. സോ പ്രൗഡ്ലി ഇനി വേണ്ടത് വേദയാണ് സ്റ്റേജിൽ. കാരണം ദ വുമൺ ബിഹൈൻഡ് ദ സ്റ്റോറി, കേക്ക് സ്റ്റോറിയുടെ ആക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ വേദ സുനിൽ ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. കേക്ക് സ്റ്റോറി എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ആസ് ആൻ ആക്ട്രസ് എന്നുള്ള രീതിയിലും ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും എന്തായാലും വേണം.
ഞാൻ മഞ്ജുശേഷി പറഞ്ഞ പോലെ ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി സ്ക്രിപ്റ്റും എഴുതുന്നുണ്ട്. കേക്ക് സ്റ്റോറിയിലേക്ക് എത്തപ്പെട്ടത് അച്ഛൻ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലുള്ള ഹോം ബേക്കേഴ്സിന്റെയും കേക്കിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ടൈമിൽ ഞാനും ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിരുന്നു, അത്യാവശ്യം സക്സസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു തീം വരുന്നത്. ആ തീമിനെ ഡെവലപ്പ് ചെയ്ത് ഇതായിരുന്നു ഇപ്പം റിലീസിലേക്ക് എടുക്കുന്നത്, ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. കാരണം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഓണറബിൾ മിനിസ്റ്റർക്ക് ഒരു വലിയ താങ്ക്സ്, ബിക്കോസ് നമ്മുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ എത്തി എന്നുള്ള ഒരു രീതിയിലാണ്. ഈ കേക്ക് സ്റ്റോറി എന്ന് ഉള്ള സിനിമ ഈ പേര് പറയുന്ന മാതിരി ഉള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി വരുന്നത്. ഒരു 2 കാലഘട്ടത്തിന്റെ പ്രണയം ഇതിലൂടെ പോകുന്നുണ്ട്. ഈ കഥയിലെ മെയിനായിട്ട് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ, എൻ്റെ കഥയിലെ മെയിൻ ഹീറോ കേക്കാണ്. ആ കേക്ക് ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിപ്പോൾ എല്ലാ ഒക്കേഷനിലും കേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് ആയാലും സാഡ് ആയിട്ടുള്ള ഒക്കേഷൻസിനായാലും എല്ലാത്തിനും നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. സോ ഈ സ്റ്റോറി എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം വെരി താങ്ക്സ്. താങ്ക് യു വേദ. വേദ ആക്ച്വലി ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയായിരുന്നു 5ാം ക്ലാസ് വരെയാണ് സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളത്. പിന്നെ പഠിച്ചത് മൊത്തം ട്രാവൽ ചെയ്ത് അറൗണ്ട് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ ട്രാവൽ ചെയ്ത് ആ ട്രാവലിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് ഷീ ഈസ് പ്ലാനിങ് ടു ഡയറക്റ്റ് എ ഫിലിം ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അതിനും ഓൾ ദി ബെസ്റ്റ്. ആദ്യം കേക്ക് സ്റ്റോറിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. അച്ഛനെയും മകളുടെയും സ്വന്തം ഭൂവഴിയാണല്ലോ. ഇനി കേക്ക് സ്റ്റോറിയുടെ മറ്റൊരു അട്രാക്ഷൻ, ഐ മീൻ എന്താ പറയാ, നമ്മുടെ ചൈൽഡ്ഹുഡ് വാസ് എ ലൈ ഇഫ് അദ്ദേഹത്തെ നമ്മളിങ്ങനെ ആരാധനയോടെ നോക്കി നിന്നിട്ടില്ലെങ്കിൽ എന്ന് വേണം പറയാൻ. ദി വൺ ആൻഡ് ഓൺലി ആക്ഷൻ ഹീറോ ഓഫ് മലയാളം, ബാബു ആന്റണി സർ. ആളാണ് ഇതില് വില്ലൻ എന്നാണ് ഞാൻ കേട്ടത്. ആള് നെഗറ്റീവ് റോളാണ് ഇത്ര. അങ്ങനെയാണ് എനിക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലായത്. പണ്ട് നമ്മൾ പറയുമല്ലോ ബാബു ആന്റണി ഏത് സൈഡിലാണെന്ന് നോക്കിയിട്ട് സന്തോഷിച്ചിരുന്നൊരു കാലം മലയാളിക്കുണ്ടത്. അപ്പൊ ബാബു ആന്റണി കംപ്ലീറ്റ്ലി നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ബാബു ആന്റണി സർ, so we have Joni Anthony sir to do the honors here. Then നമ്മുടെ ഇവന്റിലേക്ക് we have Joni Anthony sir and Sheelu ma'am. Welcome to the event ma'am. Welcome to the event Joni ചേട്ടാ. Okay ഞാൻ ഇവിടെ. അപ്പൊ ഐ തിങ്ക് നമുക്ക് നമ്മുടെ ചുറ്റും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളുടെ ബ്ലെസ്സിങ്സോട് കൂടി തുടങ്ങാം അല്ലെ? So I'll start with Babu Anthony sir. So please come on to the stage to bless Cake Story. താങ്കളുടെ എക്സ്പീരിയൻസ് പറയാൻ കേക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട്. That is Babu Anthony on stage. So please. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വില്ലനാണെന്നോ ഹീറോ ആണെന്നോ. ഞാനിവിടെ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ഇവിടെ വില്ലനാണ്. കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സബ്ജക്റ്റാണ്. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് അണിയിച്ചൊരുക്കുന്ന ഒരു കൊച്ചു മനോഹരമായ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്ത് വേഷം ചെയ്യുന്നപ്പോൾ ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ് ഇത് കാണും. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരടി കൊടുക്കാൻ തോന്നി. ഞാൻ എൻ്റെ പേര് കണ്ടു കഴിഞ്ഞു എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനും സുനിലുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ മുന്നോട്ടുണ്ട്. അപ്പം എനിവേ എല്ലാവർക്കും നന്ദി. ഹോണറബിൾ മിനിസ്റ്ററും അവരുടെ എല്ലാ അനിയനോടുകൂടെ വന്നതിന് നന്ദി. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. നമസ്കാരം. ബഹുമാനപ്പെട്ട ജില്ലാ മിനിസ്റ്റർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്തായാലും ബാബു ആന്റിക്ക് ശേഷം ജോണി ആന്റിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്.
വീരാന്റണി സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരൊരു പടം തന്നെയുണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഞാൻ എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകൻ ഉണ്ടാകുന്നു. നമ്മൾ ഓർമാരെന്ന് സുനിൽ കാരന്തോ, ചിത്രം പ്രിയപ്പെട്ട് കൊക്കു, തങ്കച്ചൻ ദേവസ്വചേട്ടന് നിർമ്മിക്കുന്ന സിനിമ. ആ സിനിമ ജ്യോതിഷനൊക്കെ അഭിനയിച്ചു, നല്ല പാട്ടുകൾ, പടം ഭയങ്കര ഹിറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് ചെയ്ത സിനിമ മാനത്തെ കൊട്ടാരം. അന്ന് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പോൾ മാനത്തെ കൊട്ടാരം ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളുടെ ദിലീപ് നല്ല റോളാണ്. ആദർശ, ഖുശ്ബു, സുരേഷ് ഗസ്റ്റ് പേരൻസ്, അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇന്ന് ബാബുടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അതിൻ്റെ സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുവേട്ടൻ്റെ ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ ഒരു വലിയ ടീം അഭിനയിച്ച സിനിമ. എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്ന രീതിയിൽ സുനിലേട്ടനോട് എനിക്കുണ്ട്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിലെനിക്ക് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന, കാരണം ഒരുപാട് യൂട്യൂബ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംവിധായകൻ, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന സംവിധായകൻ, നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ മകളാണ് എൻ്റെ സ്റ്റോറി റൈറ്ററൊക്കെ. മേജർ രവിചേട്ടനുണ്ടായിരുന്ന സിനിമയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ അശോചേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, അശോചേട്ടൻ വരാൻ പറ്റില്ല. അശോചേട്ടൻ ഗംഭീര റോളാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിപാടിയെ പോലെ അശോചേട്ടൻ. അപ്പം എന്തായാലും ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് ഈ കൊച്ചു ചിത്രം, ഈ ഒരു സ്വീകരണം, ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്നതിൽ ഇതിലൊരു അണിയറ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കും അങ്ങേറ്റ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട സുനിലേട്ട, നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു. എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒത്തിരി സന്തോഷം. ഇവിടെ ഡയറക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ ഇപ്പം പടങ്ങൾ ഇച്ചിരി കുറവാണ്, കാരണം എന്നെ അടുത്ത പടത്തിലേക്ക് വിളിക്കണമല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് തരുന്നു. എല്ലാം യോഗ സംസ്ഥ സുഖിനൊക്കെ വന്നു. She used to call because whenever I used to go to the set, she'll come. Acha, in the so that was the kind of relation that we enjoyed shooting over there. There was a lot of ups and downs with her, but then still, it was a fantastic moment, sir. I wish all the best to the father, daughter, family, and the entire team. Thank you so much, and you really made this this forum a big with Advale Saab ka jo presence hai. And thank you so much for coming and honoring us, sir. Thank you so much, and God bless you all. God bless all of us. Thank you so much. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സുനിൽ സാറിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ, വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ മൂവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കൂടാതെ ജോണി ചേട്ടൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ. ഇപ്പം ഞാനിതാ ജോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര, നേരത്തെ പറഞ്ഞ കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ 19 തിയേറ്ററിൽ റിലീസാവുന്ന പടം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ സപ്പോർട്ട് തരിക. താങ്ക് യു. താങ്ക്സ്. Good evening to all. I'm very happy to join this family, Cake family, because Sunil ji is a very good friend of mine. Through my party only, through my general secretary, his close friend. And that day onwards, we are like family. Wherever we meet, we are like that. So that families jointly made a cake for us. കോവിഡ് കാലത്ത് ഒരു മധുരം, എല്ലാവരുടെ വീട്ടിലും ബോറടിച്ചിരുന്നപ്പോണ്ടായ ഒരു മധുരം, കേക്കിലൂടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതം കണ്ടെത്തിയ ഒരു കഥ ഉണ്ട്. പലരും വിജയിച്ച് അത്യുന്നതങ്ങളിൽ എത്തിയ സ്ത്രീകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ വിമൻ എംപവർമെന്റ്. നമ്മൾ വിമൻ എംപവർമെന്റിനെ പറ്റി സംസാരിക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടി ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേക്കിലൂടെയും പല വിമൻ എംപവേർഡ്
and that is going to happen. I met the Bakery Association people. They are jointly doing something very big about the cake story. So ഈ കേക്ക് സ്റ്റോറി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ഈ കേക്ക് സ്റ്റോറി ഇത് ഇങ്ങനെ ഇവിടുത്തെ ഒരുപാട് ഫാമിലികൾക്ക് ഒരു സപ്പോർട്ട് ആവട്ടെ. അതുപോലെ സിനിമയിലെ നമ്മുടെ എല്ലാം മനസ്സുകളിൽ ഇങ്ങനെ നമ്മളെ ആരാധിച്ച നമ്മളെ കുടുംബത്തിലെ നമ്മളെ കാമുകനോ ചേട്ടന്മാരോ ഒക്കെ ആയിരുന്നവരെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഐ എം സീയിങ് ന്യൂ ഫേസസ്, ഷീല മാം, പിന്നെ ഇവരെനിക്കറിയാം, നീനക്കുറുപ്പ്, അവരെ നമ്മൾ കാലിക്കറ്റ് നാട്ടിൽ അറിയാം. അതുപോലെ തന്നെ കുറേ ഓൾസോ ഓൾ ദ യൂട്യൂബേഴ്സ്, ഐ എം വെരി ഹാപ്പി വിത്ത് യു ഓൾ. കാരണം നിങ്ങളാണ് ഇപ്പം ലോകത്തിൻ്റെ മുമ്പിലെ ഫേസ്. All the channels, all the big medias, you made an end of it. See, a small ant can do something big എന്നുള്ളതാണ് നമ്മൾ നിങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തിലേക്ക് എത്തിക്കുക, ഇതുപോലെയുള്ള നല്ല സ്റ്റോറികൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. കാരണം നമ്മൾ പറയും പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം, ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏറ്റവും നല്ല സന്ദേശങ്ങൾ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കാലങ്ങളിലും, ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം മഹാലോക യുദ്ധത്തിലും ഒക്കെ എഴുത്തുകളും സിനിമകളും കഥകളും പാട്ടുകളും തെരുവ് നാടകങ്ങളും ഒക്കെ അല്ലേ നമ്മൾക്ക് ഉത്തേജനം നൽകി. അതുപോലെ തന്നെ എന്നും കഥകളും എല്ലാ എഴുത്തുകാരും സംവിധായകരും ആക്ടേഴ്സും നമ്മളെ നല്ലൊരു രാജ്യത്തിന്, ഭാരതം, അഖണ്ഡ ഭാരതം എന്ന ഭാരതമാണ് നമ്മളെല്ലാം സ്വപ്നം കണ്ടത്. ആ ഭാരതത്തിന്റെ ശക്തി എഴുകാൻ ഈ സിനിമ ഏറ്റവും വലിയൊരു ആയുധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സുനിൽജി പോലത്തെ ഒരു ഡയറക്ടറിനെയൊക്കെ നമ്മൾ കൂട്ടുപിടിച്ച് ഈ സിനിമ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കണം. പിന്നെ പണ്ട് കാലത്ത് സിനിമ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് പറയാനുണ്ട്. കാരണം വേദങ്ങളിൽ നമ്മൾ പിന്നോട്ട് തിരിയുകയാണെങ്കിൽ വേദങ്ങളിൽ നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോൾ ഇൻ ഭഗവത്ഗീത വാട്ട് ഹാപ്പൻ, ദൈവത്തിന്റെ അവതാരങ്ങൾ വന്ന് മനുഷ്യ ജന്മം എടുത്തത് ഒരു ആക്ടിങ് ആയിരുന്നു, അല്ലേ? സമ്മതിക്കില്ല എല്ലാവരും. ആ ആക്ടിങ്ങിലൂടെ വാട്ട് ഡിഡ് ദേ ഡു? വിഷ്ണുവിന്റെ ഏറ്റവും വലിയ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ വാട്ട് ഡിഡ് ഹി ഡു? ഹി ഗേവ് us lot of lessons through the life. That is a book of life, Bhagavad Gita. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് അതിന് ഉത്തരവുണ്ട്. അതിലില്ലാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആസ് എ പ്രാക്ടീസിങ് മുസ്ലിം ഞാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ കണ്ടപ്പാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു മതങ്ങളിലും നമ്മൾ കാണില്ല. മതങ്ങളിലല്ല ഉള്ളത്, അത് വേദങ്ങളിൽ മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ ജന്മമെടുത്തത് നമ്മൾക്ക് എന്തിനാണ് അഭിനയിച്ചത് മനുഷ്യനായിട്ട് ഭഗവാൻ എന്ന് ചോദിക്കും. ദൈവം എന്തിനു മനുഷ്യനായെന്ന് ചോദിക്കുന്നവർക്കും നമുക്കുള്ള ദാറ്റ് ഇസ് ധർമ്മ. ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ധർമ്മവും നമ്മൾ ശക്തമായിട്ട് എടുത്ത് നമ്മുടെ ജീവിത സാഫല്യം എടുക്കേണ്ടത് വളരെ നമ്മുടെ ധർമ്മം, ഓരോരുത്തർക്കും സിംഗിൾ ധർമ്മം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കേക്ക് സ്റ്റോറി and all the best for all my friends here. Thank you so much. Thank you. Ladies and gentlemen, I'm very happy to be here. A wonderful occasion to meet so many intelligent and gifted people. I have only one word to say. Thank you, thank you, thank you. I have given 2 little tunes which are apt to the occasion and I hope you'll enjoy it. Thank you. Ladies and gentlemen, brothers and sisters, today I am very happy to attend the audio launch function organized by my dear friend Mr. Sunil. In the name of Cake Story, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനും സുനിലും കഴിഞ്ഞ 25 വർഷമായി വളരെ നല്ല കൂട്ടുകാരാണ്. സുനിലിന്റെ ഓരോ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ കഥകളും കാര്യങ്ങളും, അതേപോലെ ഈ കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സുനില്. കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്സോ എനിമീസോ ആരുമില്ല. എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന്. അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, മകൾ 3 പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ
വീണ്ടും മലയാളത്തിൽ ഉണ്ടായി. 90, 80, 90 കാലങ്ങളിൽ ജെറി അമൽദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് 2025 ഈ കേക്ക് സ്റ്റോറി. അതേപോലെ മിലിറ്ററിക്ക് വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിച്ച മലയാള സിനിമയിലെ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു, മേജർ രവി. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. RBI നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും. ഇന്ന് മലയാള സിനിമയിൽ സുനിലെ പോലെ തന്റെ ഇടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവുമില്ലാതെ നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണമെന്ന് ആശിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുനിലിനോട്, ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ 3 പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായകൻ, അയൺ മാൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് രാമദാസ് അത്താവലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതേപോലെ ഇതേപോലെയുള്ള ചെറു സിനിമകൾക്ക് തീർച്ചയായും ഒരു നല്ല കാലം മലയാള സിനിമയിൽ ഉണ്ടായി. മലയാള സിനിമയുടെ നല്ല കാലം ആരംഭിക്കട്ടെ. അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം, ജയ് ഭാരത്, ജയ് അത്താവലേ. Kottayam I went many times. Near Vallapuram, Kottayam also there. And Kottayam remains with Sunil, Mallika, Kumaran, and Nina. All they are also the actor and actress in this film. Therefore, I am not going to take your more time, because we are also launching our audio of this film, and I am not going to take your more time because my flight is at 9 o'clock. I want to go back to Mumbai. Tomorrow I will go to Pune. And Mr. Babu was also there in Pune. Told me his life story. And he studied there in Pune. And there is a film training school. Film training school is also there in Pune. And he was 7-8 years there, he told me. Therefore, tomorrow I will go to Pune. Then I will go to Uttarakhand, Dehradun. Then I will go to America for 8-9 days. Therefore, thank you, Sunil Kumar. Namaskaram. You invited me here in your films audio launching program here. Many dignitaries are also present here. Therefore, not going to take more time. What is your name, madam? Manju. Manju name is good name. Manju. Manju is also, but you also come in the film. No. No, you are not in the film, but you will come in the film. Without film, no life. Therefore, thank you very much. And Sunil, thank you, namaskaram, pranamam, jai Bhim, jai Bharat, jai Kerala. Thank you very much. സുരേട്ടനുമായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ബന്ധമാണ്. സുരേട്ടൻ ഇത് ആദ്യം ഈ സിനിമയല്ല, വേറൊരു സിനിമയാണ് പ്ലാൻ ചെയ്തത്.
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അതൊരു വലിയ സിനിമയായിരുന്നു. ഇതിനിടയിൽ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു കൊച്ചു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചിട്ടാണ് വീണ്ടും വിളിക്കുന്നത്. അങ്ങനെ സുനിലേട്ടനും വേദയും ഞാനും കൂടി ഇരിക്കുന്നു. ആ സമയത്താണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടുപേരും ചോദിച്ചതിനകത്തൊരു നായിക വേണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സജഷൻസ് വന്നപ്പോൾ ഞാൻ സുനിലേട്ടനോട് ചോദിച്ചു, എന്തിനാ പുറത്ത് വേറെ നായികനെ നോക്കിപ്പോണത്, നമ്മുടെ കൂടെ തന്നെ ഇരിപ്പില്ലേ, നമുക്ക് വേദന തന്നെ ആക്കിക്കൂടെ എന്ന് അന്ന് സുനിലേട്ടനോട് ചോദിച്ചു. അപ്പോൾ മലയാള സിനിമയ്ക്കൊരു തിരക്കഥാകൃത്തിനെയും ഒരു നായികയും കൂടി പുതിയതായിട്ട് ലഭിക്കുകയുണ്ടായി. ഏതായാലും ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ്. ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമ ഇപ്പം വിവാദങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോസ്റ്ററിൽ ഞാനൊരു വിവാദം കണ്ടു. അപ്പുറത്ത് വലിയ ചേച്ചി, ഇപ്പുറത്ത് മേജർ സാർ. ഓക്കെ, താങ്ക് യു. ഞാനിപ്പം ആംബിഷൻ ഒലിമ്പിയ വിൻ ചെയ്തു. പ്രോ കാർഡിന് ഫൈറ്റ് ചെയ്യാൻ ഇവിടെ വന്നതിന് നല്ലൊരു സന്തോഷം. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് ഈ ഇവന്റിനെ കേക്ക് സ്റ്റോറിയെ ബ്ലസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അനുഗ്രഹവും സന്തോഷവും എല്ലാവിധ സഹായവും എല്ലാം ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. ഈ ഫംഗ്ഷനിൽ വന്നവർക്ക് മാത്രമല്ല, ഈ കേക്ക് സ്റ്റോറി യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒരാളും കൂടി വരുന്നുണ്ട്, അരുൺ ചേട്ടൻ, നമ്മുടെ കോസ്റ്റ്യൂമർ ചേട്ടൻ. താങ്ക്സ്. ഓക്കെ.